നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കോപ്പ അമേരിക്ക നാളെ ആരംഭിക്കുകയാണ്. ഉദ്ഘാടന മത്സരത്തിൽ അർജന്റീനയും കാനഡയും തമ്മിലാണ് ഏറ്റുമുട്ടൽ. നാളെ എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യൻ സമയം സാങ്കേതികമായി മറ്റന്നാൾ രാവിലെയാണ് കളി നടക്കുന്നത്. എന്തായാലും മത്സരങ്ങൾക്ക് മുന്നോടിയായിട്ട് നമ്മൾ പവർ റാങ്കിങ് ഒന്ന് പരിശോധിക്കുകയാണ്. നേരത്തെ നമ്മൾ പവർ റാങ്കിങ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിനുശേഷം ടീമുകൾ കുറേ ഫ്രണ്ട്ലി മത്സരങ്ങളൊക്കെ കളിച്ചു. അപ്പോൾ അതുകൂടി പരിഗണിച്ചുകൊണ്ട് പുതിയ പവർ റാങ്കിങ്, ഇത് ബ്ലിച്ചർ റിപ്പോർട്ടിൻ്റെ പവർ റാങ്കിങ് ആണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അവർ 16ാം സ്ഥാനം കൊടുക്കും. ഇത്തവണ 16 ടീമുകൾ കോപ്പ അമേരിക്ക കളിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാവുന്ന പോലെ കോൺമബോളിൽ നിന്നുള്ള 10 ടീമുകളും കോൺകഫിൽ നിന്നുള്ള 6 ടീമുകളും, അങ്ങനെ 16 ടീമുകളാണ് കളിക്കുന്നത്. അതിൽ ഏറ്റവും കുറഞ്ഞ കിരീട സാധ്യത ഇപ്പോൾ കണക്കാക്കുന്നത് ബൊളീവിയക്കാണ്. ബൊളീവിയയുടെ കാര്യം നമുക്കറിയാമല്ലോ. അവർ സാധാരണഗതിയിൽ ഹോം അഡ്വാൻറ്റേജ് അവരുടെ നാട്ടിലെ ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയങ്ങളിൽ വമ്പന്മാരെയൊക്കെ കൊണ്ടുപോയി ചതിക്കുഴിയിൽ വീഴ്ത്തുന്ന പോലെ വീഴ്ത്താറുണ്ട് എന്നല്ലാതെ മറ്റിടങ്ങളിൽ അത്ര മികവ് കാണിക്കാറില്ല. അപ്പം അവരാണ് 16ാം സ്ഥാനത്ത് വരുന്നത്. 15ാം സ്ഥാനത്താണ് പെറു വരുന്നത്. പെറുവിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ ഒരു ടൂർണമെൻറ്റിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള വേൾഡ് കപ്പ് ക്വാളിഫയിങ് റൗണ്ട് മത്സരങ്ങൾ ഉണ്ടായിരുന്നല്ലോ 2023. അതിൽ ഒന്നുപോലും അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്ന കാര്യം ശ്രദ്ധിക്കുക. പക്ഷേ ഈ ഒരു 2024 സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം കുറച്ചുകൂടി ബെറ്റർ ആണ്. 3 വിജയങ്ങളാണ് 4 ഫ്രണ്ട്ലി മത്സരങ്ങളിൽ നിന്ന് അവർ നേടിയിട്ടുള്ളത്. ഏതായാലും അവരിൽ നിന്ന് വലിയ ഒരു മുന്നേറ്റമൊന്നും പ്രതീക്ഷിക്കുന്നില്ല. 15ാം സ്ഥാനത്താണ് അവർ വരുന്നത്. 14ാം സ്ഥാനത്താണ് കോസ്റ്റാറിക്ക. കോസ്റ്റാറിക്കയുടെ ഇൻ്റർനാഷണൽ സ്റ്റേജിൽ ഒരു കാലഘട്ടത്തിൽ അവർ മോശമല്ലാത്ത പ്രകടനം നടത്തിയിരുന്നു. പക്ഷേ ഇത്തവണ അത്രത്തോളം മികവ് കാണിക്കാൻ പറ്റുമോ എന്നുള്ളത് കണ്ടറിയണം. ഇപ്പം ഗോൾ കീപ്പർ കെയ്ലർ നവാസ് ഒക്കെ ടൂർണമെൻറ്റിന് തൊട്ട് മുമ്പ് തൻ്റെ വിരമിക്കലൊക്കെ പ്രഖ്യാപിച്ചിരുന്നു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. എന്തായാലും അവർ 14ാം സ്ഥാനത്ത് വരുന്നു. 13ാം സ്ഥാനത്താണ് പനാമ വരുന്നത്. പനാമയിൽ നിന്നും ആ സെൻട്രൽ അമേരിക്കൻ രാജ്യത്തിൽ നിന്നും വലിയ രൂപത്തിലുള്ളൊരു പെർഫോമൻസ് എന്തായാലും ആരാധകർ പ്രതീക്ഷിക്കുന്നില്ല. 12ാമതാണ് പരാഗ്വേ. ഇപ്പം പരാഗ്വയെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്ത് വേൾഡ് കപ്പിലൊക്കെ അടക്കം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ടീം തന്നെയാണ്. പക്ഷേ ഇന്ന് ആ ഒരു പഴയ മികവ് അവർക്ക് ആവർത്തിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. 11ാം സ്ഥാനത്ത് കാനഡ വരുന്നു. കാനഡയെ സംബന്ധിച്ചിടത്തോളം അവർ പ്ലേ ഓഫൊക്കെ കളിച്ചിട്ടാണ് കോപ്പ അമേരിക്കയ്ക്ക് വരുന്നത്. എങ്കിൽ പോലും യൂറോപ്പിൽ പോയിട്ട് ഫ്രണ്ട്ലി മത്സരങ്ങൾ കളിച്ചുകൊണ്ട് അവർ വരുന്നു. അർജന്റീനയ്ക്കെതിരെ ഉദ്ഘാടന മത്സരത്തിൽ അവർ എന്ത് ചെയ്യുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. 11ാം സ്ഥാനത്താണ് അവരിപ്പം ഈ ഒരു കോപ്പ അമേരിക്ക പവർ റാങ്കിങ്ങിൽ വരുന്ന. അൽഫോൺസോ ഡേവിസും ജൊനാഥൻ ഡേവിഡും ഒക്കെ അടങ്ങുന്ന ഒരു സ്ക്വാഡ് അവർക്കുണ്ട് എന്ന കാര്യം മറക്കേണ്ടതില്ല. പിന്നെ 10ാം സ്ഥാനത്താണ് ജമൈക്ക വരുന്നത്. അതേസമയം 9ാം സ്ഥാനമാണ് ചിലിക്ക് കൊടുത്തിരുന്നത്. ചിലിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വേൾഡ് കപ്പ് ക്വാളിഫയിങ് റൗണ്ടിൽ അവരൊരു മിസറബിൾ ആയിട്ടുള്ള പെർഫോമൻസ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എങ്കിൽ പോലും കോപ്പ അമേരിക്കയിൽ മുൻകാല ചരിത്രങ്ങളൊക്കെ ചിലിക്ക് അനുകൂലമായിട്ടുണ്ട്. അതനുസരിച്ചുള്ളൊരു പെർഫോമൻസ് പലരും പ്രതീക്ഷിക്കുന്നുണ്ട്. 8ാം സ്ഥാനത്താണ് വെനിസ്വല വരുന്നതെങ്കിൽ 7ാം സ്ഥാനമാണ് മെക്സിക്കോക്ക് കൊടുക്കുന്നത്. മെക്സിക്കോ സാധാരണഗതിയിൽ നമുക്കറിയാം വമ്പന്മാരെ വേൾഡ് കപ്പിൽ അടക്കം പിടിച്ചുലക്കാറുണ്ട്. പക്ഷേ ഈ കോപ്പ അമേരിക്കയ്ക്ക് മുന്നോടിയായിട്ട് നടത്തിയിട്ടുള്ള ഫ്രണ്ട്ലി മത്സരങ്ങളിൽ അത്ര വലിയൊരു മികവിലേക്ക് അവർക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇക്കഡോറിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ യുവനിര ആരെ വേണമെങ്കിലും വീഴ്ത്താൻ കപ്പാസിറ്റി ഉള്ള ടീം തന്നെയാണ്. അപ്പോൾ അവരിൽ നിന്ന് പലരും വലിയ രൂപത്തിലുള്ള പെർഫോമൻസ് ഈ ഒരു കോപ്പ അമേരിക്കയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. USMNT വരുന്നത് 5ാം സ്ഥാനത്താണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ടീം. തീർച്ചയായിട്ടും കോപ്പ അമേരിക്കയിൽ പല ലാറ്റിൻ അമേരിക്കൻ ടീമുകളെക്കാളും മികവ് ഒരു പക്ഷേ അവർ കാണിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല. അതിനുള്ളൊരു സ്ട്രെങ്ത് ഇപ്പോൾ USA ടീമിനുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. 4ാമതാണ് കൊളംബിയ വരുന്നത്. കൊളംബിയയെ സംബന്ധിച്ചിടത്തോളം അൺബീറ്റൺ റണ്ണാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 22 മത്സരങ്ങളായി അവർ തോൽക്കാതെ വരികയാണ്. ഇത്തവണ എന്തായാലും ഭയപ്പെടേണ്ട ഒരു ടീം, വമ്പന്മാരും ഭയപ്പെടേണ്ട ഒരു ടീം കൊളംബിയാണ്. കൊളംബിയ വമ്പന്മാർ തന്നെയാണ്, അതല്ല പറഞ്ഞത്. ഇപ്പം ബ്രസീൽ, അർജന്റീന, ഉറുഗ്വായി ഇങ്ങനെയൊക്കെയുള്ള ടീമുകൾ ഭയക്കണം കൊളംബിയയെ എന്നർത്ഥം. 3ാം സ്ഥാനമാണ് ഇപ്പോൾ ബ്ലിച്ചർ റിപ്പോർട്ടിൻ്റെ ഈ ഒരു പവർ റാങ്കിങ്ങിലും ബ്രസീലിന് കൊടുക്കുന്നത്. വേൾഡ് കപ്പിന് ഉള്ള ക്വാളിഫയിങ് റൗണ്ടിൽ അവർ അത്ര മികച്ച പ്രകടനമല്ല നടത്തിയത്. കോൺമബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ 6ാം സ്ഥാനത്തേക്ക് അവർ വീണു പോയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു കോപ്പ അമേരിക്കയ്ക്ക് മുന്നോടിയായിട്ടുള്ള ഫ്രണ്ട്ലി മത്സരങ്ങളിൽ നടന്നിട്ടുള്ള റിസൾട്ടും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അത്ര ഒരു കൺവിൻസിങ് ആയിട്ടുള്ള പെർഫോമൻസ് അവരിൽ നിന്ന് വരുന്നില്ല എന്നുള്ളൊരു ആശങ്ക എന്തായാലും ആരാധകർക്കുണ്ടെങ്കിൽ പോലും വിനി ജൂനിയറും റോഡ്രിഗോയും ഒക്കെ അടങ്ങുന്ന
താരങ്ങളിൽ നിന്ന് അവർ കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതുവരെ ബ്രസീലിയൻ ദേശീയ ടീമിലെ ജേഴ്സിയിൽ അങ്ങനെ എടുത്തു പറയത്തക്ക ഒരു പ്രകടനം വിനി നടത്തിയിട്ടില്ല. അത് ഇനി കോപ്പ അമേരിക്കയിൽ കാണാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. മൂന്നാമത് അവർ വരുമ്പോൾ രണ്ടാമത് ഉറുഗ്വായാണ്. ഭയക്കണം ഉറുഗ്വായെ. കോച്ച് മാർസലോ ബിയൽസയുടെ കീഴില് മിന്നുന്ന പ്രകടനം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബ്രസീലിനെയും അർജന്റീനയും ഒക്കെ തോൽപ്പിച്ച് കിരീടത്തിലേക്ക് ടീം പോയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. ലൂയിസ് സുവാരസിന്റെ എക്സ്പീരിയൻസ് കൂടി ടീമിനോടൊപ്പം ചേർക്കാൻ ബിയൽസ തീരുമാനിച്ചത് തീർച്ചയായിട്ടും നല്ലൊരു നീക്കമായിട്ട് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഒന്നാം സ്ഥാനത്ത് അർജന്റീന തന്നെയാണ്. നിലവിലെ കോപ്പ അമേരിക്ക ജേതാക്കൾ, നിലവിലെ ലോക ജേതാക്കൾ, അങ്ങനെ മികച്ച രൂപത്തിൽ സെറ്റായ ഒരു ടീമും കൊണ്ടാണ് കോച്ച് ലയണൽ സ്കലോനി വരുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് ടീമുകൾക്കുള്ള പ്രശ്നങ്ങൾ അർജന്റീനയ്ക്കില്ല. ദീർഘകാലമായിട്ട് ഒരേ കോച്ചിന് കീഴിൽ അവർ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഏതാണ്ട് ഒരേപോലെയുള്ള 11 കൊണ്ട് തന്നെയാണ് അവർ ഇറങ്ങാറുള്ളത്. ചെറിയ മാറ്റങ്ങൾ അവിടെ ഇവിടേക്ക് വരാറുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ശക്തമായ കരുത്തുറ്റ ടീമും കൊണ്ട് അർജന്റീന വരുമ്പോൾ പവർ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് ഏറ്റവും അധികം കിരീട സാധ്യതയ്ക്ക് വിളിച്ച റിപ്പോർട്ട് കൊടുക്കുന്നത് അർജന്റീനക്കാണ്. നിങ്ങൾക്ക് ഒരു പക്ഷേ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാവും. കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം. വീഡിയോ സാധിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.